പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുന്നത് കർത്താവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റിയ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചാണ്. പരിശുദ്ധ കന്യാമറിയം സഭയുടെ മാതാവെന്നുള്ളതാണ്. അക്കാലത്ത് ദൈവം ആദത്തെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? നീ എവിടെയാണ്? ദൈവം നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ എവിടെയാണ്? നിന്റെ സഹോദരൻ എവിടെ? കായനോട് ചോദിച്ചു. ഏലിയായോട് ചോദിച്ചു, നീ അവിടെ എന്ത് ചെയ്യും? പരിശുദ്ധ കന്യാമറിയത്തോട് ഒന്നും പറഞ്ഞില്ല. ദൈവകൃപ നിറഞ്ഞവളെ സുസ്ഥി എന്നാണ് ദൂതൻ പറയുന്നത്. അപ്പോൾ നമ്മളോടൊക്കെ ചോദിക്കുന്ന ചോദ്യം, നീ എവിടെയാണ്? നീ അവിടെ എന്ത് ചെയ്യുന്നു? നിന്റെ സഹോദരൻ എവിടെ എന്നൊക്കെ. കാരണം ദൈവകൃപ പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നവരാണ് നാം ഓരോരുത്തരും. പരിശുദ്ധ കന്യാമറിയം സഭയുടെ മുഴുവനും അമ്മയായിട്ട് മാറിയതിന് കാരണം ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റിക്കൊണ്ട ദൈവകൃപയാൽ നിറഞ്ഞ് ജീവിച്ചവളായതുകൊണ്ടാണ്. ഇന്ന് ഈ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭയ്ക്ക് ഒന്നാകെ സന്തോഷിക്കാം. പെന്തക്കോസ്ത കഴിഞ്ഞു വരുന്ന അടുത്ത ദിവസത്തിൽ എന്തുകൊണ്ടാണ് സഭയുടെ മാതാവെന്ന് പരിശുദ്ധ കന്യാമറിയത്തെ പറയുക? ശ്ലീഹന്മാരെല്ലാം ഒരുമിച്ച് കൂടിയപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ കന്യാമറിയം. എന്നിട്ടും അവരെ ഒരുക്കുവാൻ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുവാൻ, ശക്തിപ്പെടുത്തുവാൻ. അവൾക്ക് വേണമെങ്കിൽ മാറിയിരിക്കാമായിരുന്നു. കൃപ നിറഞ്ഞവളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയില്ല എന്ന്. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവ ആത്മാവിനാൽ നിറഞ്ഞ് തൻ്റെ മക്കളെ ശക്തിപ്പെടുത്തുവാൻ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ഈശോയെ പരിശുദ്ധ അമ്മ കാണിച്ചു തന്ന മാതൃക ഞങ്ങളുടെ സഭയിൽ ആകമാനം നിറഞ്ഞു നിൽക്കുവാൻ, ആത്മാവിനാൽ ജ്വലിക്കുന്നവരായി മാറുവാൻ, ആത്മാവിനെ പകർന്നു കൊടുക്കുന്നവരായി തീരുവാൻ, സഭയോട് ചേർന്ന് നിന്ന് ചിന്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ മെത്രാന്മാരെയും വൈദികരെയും സഭയിലെ ഓരോ മക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്നേഹം, ചൈതന്യം, ശക്തി ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ആദത്തെപ്പോലെ ഒളിച്ചു നിൽക്കുവാനല്ല, സാത്താൻ്റെ തല തകർത്തവളാണ് പരിശുദ്ധ കന്യാമറിയം. ആ പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പം ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ചൊരിഞ്ഞ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.